മോട്ടോയുടെ മോട്ടോ G30 മോട്ടോ G10 പവർ എന്ന് പറയുന്ന രണ്ട് ഫോണുകൾ കഴിഞ്ഞ ദിവസം ഇന്ത്യയിൽ ലോഞ്ച് ചെയ്തിരുന്നു. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് അതിൻ്റെ സെയിലിനെ പറ്റിയും കുറച്ച് സ്പെസിഫിക്കേഷൻസ് പറ്റിയും പറയാനാണ്. എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ ഒന്ന് എനേബിൾ ചെയ്യുക. ഈ രണ്ട് ഫോണുകളും ഫ്ലിപ്കാർട്ട് വഴിയാണ് സെയിൽ ആരംഭിക്കുന്നത്. ഒരു ബഡ്ജറ്റ് വിഭാഗത്തിൽപ്പെടുന്ന ഫോണുകളാണ് ഈ രണ്ട് ഫോണുകളും. ഇതിൻ്റെ മെയിനായിട്ട് എടുത്തു പറയേണ്ട ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, തിക്ക് ഷീൽഡ് എന്ന് പറയുന്ന ഒരു സ്പെസിഫിക്കേഷൻസ് 4 ലെയറായിട്ടുള്ളൊരു ഷീൽഡിങ് ലെയർ നമുക്ക് ഈ രണ്ട് ഫോണുകളിലും വരുന്നുണ്ടെന്നാണ് ഇപ്പോൾ മോട്ടോറോളയുടെ ഭാഗത്തു നിന്ന് അവർ ഔട്ട് ചെയ്തൊരു മെയിൻ സ്പെസിഫിക്കേഷൻ. ആൻഡ്രോയിഡ് 11 തന്നെ ആയിരിക്കും ഈ ഫോൺ വരിക എന്നാണ് ഇപ്പോൾ അറിയാൻ കഴിയുന്നത്. മറ്റു സ്പെസിഫിക്കേഷൻസിലേക്ക് നോക്കുകയാണെങ്കിൽ മോട്ടോയുടെ G30 എന്ന് പറയുന്ന ഫോൺ വരാൻ പോകുന്നത് 6.5 ഇഞ്ചിൻ്റെ മാക്സ് വിഷൻ ഡിസ്പ്ലേ ആയിട്ടാണ്. 20:9 എന്ന് പറയുന്ന ആസ്പെക്റ്റ് റേഷ്യോയിൽ തന്നെ ആയിരിക്കും ഈ ഫോണും വരിക എന്നാണ് ഇപ്പോൾ അറിയാൻ കഴിയുന്നത്. അത്യാവശ്യം നല്ലൊരു റിഫ്രഷ് റേറ്റ്, 90 ഹെർട്സിൻ്റെ റിഫ്രഷ് റേറ്റും സ്നാപ്ഡ്രാഗൻ്റെ 662 എന്ന് പറയുന്ന പ്രോസസ്സറുമായിട്ടാണ് ഈ ഫോൺ വരുന്നത്. 4GB 64GB വേരിയൻ്റ് ആണ് അവൈലബിൾ ആവുക എന്നാണ് ഇപ്പോൾ അറിയാൻ കഴിയുന്നത്. മെമ്മറി കാർഡ് ഇട്ട് നമുക്ക് ഈ ഫോണിൽ എക്സ്പാൻഡ് ചെയ്യാനും കഴിയും. ഈ ഫോണിൽ ക്വാഡ് ക്യാമറ സെറ്റപ്പാണ് കൊടുത്തിട്ടുള്ളത്. 64 മെഗാ പിക്സലിൻ്റെ മെയിൻ ക്യാമറയും 8 മെഗാ പിക്സലിൻ്റെ അൾട്രാ വൈഡ് ആംഗിളും കൂടാതെ മാക്രോ ലെൻസും പിന്നെ ഒരു ടെലിഫോട്ടോ ലെൻസോ അല്ലെങ്കിൽ ഡെപ്ത് സെൻസറോ ആയിട്ടൊരു ക്യാമറ കൂടി വരും. 13 മെഗാ പിക്സലിൻ്റെ ആയിരിക്കും സെൽഫി ക്യാമറ എന്നാണ് ഇപ്പോൾ അറിയാൻ കഴിയുന്നത്. 5000 mAh ബാറ്ററിയും 20 വാട്ടിൻ്റെ ഫാസ്റ്റ് ചാർജിങ്ങും ആയിട്ടാണ് ഈ ഫോൺ വരാൻ പോകുന്നത്. അടുത്തതായിട്ട് മോട്ടോ G10 പവർ എന്ന ഫോണിൻ്റെ സ്പെസിഫിക്കേഷൻസ് നോക്കുകയാണെങ്കിൽ 6.5 ഇഞ്ചിൻ്റെ തന്നെയാണ് ഡിസ്പ്ലേ. മാക്സ് വിഷൻ ഡിസ്പ്ലേ തന്നെയാണ്, പക്ഷേ ഫുൾ HD അല്ല, HD+ ഡിസ്പ്ലേ ആയിട്ടാണ് ഈ ഫോൺ വരുന്നത്. 20:9 എന്ന് പറയുന്ന ആസ്പെക്റ്റ് റേഷ്യോ തന്നെയാണ് ഈ ഫോണും വരുന്നത്. നേരത്തേതിനേക്കാളും കുറച്ച് കുറഞ്ഞ റിഫ്രഷ് റേറ്റാണ്. 60 ഹെർട്സിൻ്റെ റിഫ്രഷ് റേറ്റും 4GB 64GB വേരിയൻ്റ് ആണ് വരുന്നത്. സ്നാപ്ഡ്രാഗൻ്റെ 460 ആണ് ഇതിൽ വരുന്ന പ്രോസസ്സർ. മെമ്മറി കാർഡ് ഇട്ട് ഈ ഫോണിലും നമുക്ക് എക്സ്പാൻഡ് ചെയ്യാൻ കഴിയും. ക്വാഡ് ക്യാമറ സെറ്റപ്പ് തന്നെയാണ് കൊടുത്തിട്ടുള്ളത്. 48 മെഗാ പിക്സലിൻ്റെ മെയിൻ ക്യാമറയും 8 മെഗാ പിക്സലിൻ്റെ അൾട്രാ വൈഡ് ആംഗിളും അതുപോലെ തന്നെ 2 മെഗാ പിക്സലിൻ്റെ ഡെപ്ത് സെൻസറും ഒക്കെ ആയിട്ടാണ് ഈ ഫോൺ വരുന്നത്. 8 മെഗാ പിക്സലിൻ്റെ സെൽഫി ക്യാമറയും ഈ ഫോണിൽ കൊടുത്തിട്ടുണ്ട്. 6000 mAh ആണ് ബാറ്ററി. 10 വാട്ടിൻ്റെ ഫാസ്റ്റ് ചാർജറുമാണ് ഈ ഫോണിൽ സപ്പോർട്ട് ചെയ്യുന്നത്. രണ്ട് ഫോണുകളിൽ ഇപ്പോൾ 4GB 64GB വേരിയൻ്റ് ആണ് അവൈലബിൾ ആവുമെന്നാണ് ഇപ്പോൾ അറിയാൻ കഴിയുന്നത്. പിന്നെ ഈ രണ്ട് ഫോണുകളിലും അറോറ ഗ്രേ ബ്രിസ്ക് ബ്ലൂ എന്ന് പറയുന്ന കളറിലായിരിക്കും വരിക എന്നാണ് ഇപ്പം പറയുന്നത്. ഫ്ലിപ്കാർട്ട് വഴിയായിരിക്കും ഇതിൻ്റെ സെയിൽ ആരംഭിക്കുക. മോട്ടോ G30യുടെ 4GB 64GB വേരിയൻറ്റിന് 10,999 രൂപയാണ് വില വരുന്നത്. മോട്ടോ G10 പവറിൻ്റെ 4GB 64GB വേരിയൻറ്റിന് 9,999 രൂപയാണ് വില വരുന്നത്. മോട്ടോ G30 ഒരു വേരിയൻ്റ് കൂടി വരാൻ സാധ്യതയുണ്ട്. G10 പവറും ഒറ്റ വേരിയൻ്റ് മാത്രമേ വരുന്നുള്ളൂ. G10 പവറിൻ്റെ സെയിൽ ആരംഭിക്കുന്നത് മാർച്ച് 16-ന് 12 മണി മുതലാണ്. G30യുടെ സെയിൽ ആരംഭിക്കുന്നത് മാർച്ച് 17-ന് 12 മണി മുതലാണ്. അപ്പോൾ ഈ ഫോണിന് വേണ്ടി വെയിറ്റ് ചെയ്യുന്ന ഒരു വീഡിയോക്ക് താഴെ കമൻറ്റ് ചെയ്യാൻ ശ്രമിക്കുക. ഇതുപോലുള്ള മൊബൈൽ ഗാഡ്ജറ്റ്സ് ആൻഡ് റിവ്യൂസിനായിട്ട് എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ ഒന്ന് എനേബിൾ ചെയ്യുക.